താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യം. നാം എല്ലാവരും 40 ദിവസത്തിൻ്റെ തപസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ ഏറ്റവും മനോഹരമുള്ള നാളുകൾ. ഒരു പുഴു എങ്ങനെയാണോ മനോഹരമായൊരു ചിത്രശലഭമായി രൂപാന്തരപ്പെട്ടത്, അതേ കണക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒന്നിനെ പുറത്തെടുക്കാനായി സഭ വളരെ ചിട്ടയോടുകൂടി ഒരുക്കിയിരിക്കുന്ന 40 ദിവസങ്ങൾ. 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കേണ്ടത്: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. വ്യത്യസ്തമായി ഇനി കുറച്ചും കൂടി ദൈവവുമായി ചേർന്ന് നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പ്. കുറച്ചും കൂടി ജീവിതത്തിൽ വേണ്ട എന്ന് വയ്ക്കേണ്ടതിനെ വേണ്ട എന്ന് വെച്ചും വേണമെന്ന് വയ്ക്കുന്നതിനെ വേണമെന്ന് വെച്ചും ഒരു താപസനായി ജീവിക്കാനെന്നുള്ള ഒരു ഉറപ്പ്. പിന്നീട് അടുത്ത് നിൽക്കുന്ന അയൽക്കാരിൽ മാത്രമല്ല, അകലെ നിൽക്കുന്ന അയൽക്കാരിൽ പോലും സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും കൈനീട്ടി സഹായിക്കുമെന്നുള്ള ഒരു ദാനധർമ്മത്തിൻ്റെ മനോഭാവം. ഇങ്ങനെ ഈ 3 പുണ്യങ്ങളും കൊണ്ട് നമ്മൾ തീർക്കേണ്ടത് മനോഹരമായ ഒരു വ്രതത്തിൻ്റെ കാലഘട്ടമാണ്. തപസ് ഇപ്പോഴുള്ള നമ്മിൽ നിന്ന് പുതിയൊരു നമ്മിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കും. നെറ്റിയിൽ പുരോഹിതൻ കുരിശ് വരച്ച് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറയുമ്പോൾ വാക്കുകൾ വളരെ കൃത്യമാണ്. ഒന്നുമില്ലാത്ത ഈ ജീവിതം ആ ദൈവത്തിലേക്ക് തന്നെ എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തത ഉണ്ടാകണം: ഈ ഭൂമിയിൽ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. ഒരു താപസനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഈ നാളുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.